ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. മെഡിക്കൽ മൈക്രോബയോളജി പഠിച്ചവർക്ക് ഈ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് January 1 ആണ്. എല്ലാവരും അപ്ലൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്യുക, മടി പിടിക്കാതെ. ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിന് മെഡിക്കൽ മൈക്രോബയോളജി പഠിച്ചവരും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ സംഘടിപ്പിക്കാൻ നോക്കുക. ഓക്കെ, മൈക്രോബയോളജി ആയിട്ട് ഇക്വലൻസി കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അത് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റി മാത്രമായിരിക്കില്ല, നമ്മുടെ കേരളത്തിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടും. അതിൻ്റെയൊക്കെ പ്രൊസീജിയറൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എത്രത്തോളം സബ്ജക്റ്റ് സിമിലാരിറ്റി ഉണ്ട് നിങ്ങളുടെ സബ്ജക്റ്റായിട്ട്, അതനുസരിച്ചായിരിക്കും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അത് കുറച്ച് ഇച്ചിരി വർക്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ കുറച്ച് നീണ്ട പ്രോസസ്സാണ് ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ള കാര്യം. അപ്പോൾ ചിലപ്പോൾ PSC ചിലപ്പോൾ അംഗീകരിക്കുമായിരിക്കും മെഡിക്കൽ മൈക്രോബയോളജിക്കാരെ, അല്ലേ? പക്ഷേ നിങ്ങൾ ഓൾറെഡി ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ PSCയിൽ സ്റ്റുഡൻസ് വിളിച്ച് ചോദിച്ചവരോടും അത് തന്നെയാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ നേരത്തെ, അല്ലേ, പണ്ട് ഒരു 10 years ബിഫോറാണ് ഈ എക്സാമിനേഷൻ നടന്നത്. അന്നേരം മെഡിക്കൽ ബയോകെമിസ്ട്രി അവർ ഇക്വലൻസി, അല്ലേ, അതിനൊരു ഈക്വൽ ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്ലൈഡ് മൈക്രോബയോളജി. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ മെഡിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത് എന്താണ്, ഏകദേശം ആ ഒരു ഫീൽഡ് വരുന്നതാണല്ലോ മെഡിക്കൽ ബയോകെമിസ്ട്രി ഒക്കെ പോലെ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ടെൻഷൻ അടിക്കാതെ അപ്ലൈ ചെയ്യുക, എക്സാമിനേഷൻ എഴുതുക. ഇതെപ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്? സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത്. അത് നമ്മുടെ എക്സാമിൽ നമ്മൾ ലിസ്റ്റിൽ, അല്ലേ, വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏകദേശം സാധ്യത ഉള്ളവർക്കൊക്കെ എന്താണ്, അവർ മെസ്സേജ് വിടും, പ്രൊഫൈൽ മെസ്സേജ് വിടും, അല്ലേ, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട്. ആ ഒരു ടൈമിലാണ് ഈ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് പിന്നെ വെരിഫൈ ചെയ്യാൻ വിളിക്കുന്നു. ആ ഒരു ടൈമിലാണ് നമുക്ക് ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റൊക്കെ മേടിക്കാൻ നോക്കുക. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, എക്സാമിനേഷൻ എഴുതാം. അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. ഓക്കെ, നമുക്കൊരു അവസരം കിട്ടുകയാണ്, അത് കളയരുത്. നിങ്ങൾ അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ ഇത് ഓക്കെ ആക്കുമായിരിക്കും PSC, നമുക്ക് അറിയില്ല. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക, എക്സാമിന് നന്നായിട്ട് പഠിച്ച് എഴുതാനും നോക്കുക. ഓക്കെ, താങ്ക് യു.